ഹായ്, എൻ്റെ പേര് സിൻഷ. ഞാനിപ്പോൾ ഡോക്ടർ ജെ പി എസ് ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ എക്സാമിൽ നല്ലൊരു സ്കോർ എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റുഡൻ്റാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും പറയാനുള്ളത്, എക്സാം കഴിഞ്ഞു, എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. ചില ആൾക്കാർ ഭയങ്കര സന്തോഷത്തിലേക്കാരം. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. എക്സാമിൻ്റെ ആ ടൈമിലുള്ള ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ആ സ്റ്റേജ് ഉണ്ടാവുമല്ലോ, അത് ഇപ്പോൾ ഞാൻ ഓക്കെയാണ്. നല്ല മാർക്കുണ്ട്, ഒരു ഗവൺമെൻറ് കോളേജ് കിട്ടാനുള്ള മാർക്ക് എനിക്കിപ്പോൾ ഉണ്ട്. സോ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് ഈ കാറ്റഗറി സ്റ്റുഡൻസിനോടല്ല എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കട്ട് ഓഫ് ഏകദേശം എല്ലാവരും പറയുന്നുണ്ട്. ആ ബോർഡിൽ നിൽക്കുന്ന കുട്ടികളുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ നമ്മൾ കരുതിയ പോലെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ട്. ഓലോടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ 3ാമത്തെ റിപ്പീറ്റ്സാണിത്. ഇപ്പോഴാണ് എനിക്ക് എൻ്റെ ആ എയിം, ഡോക്ടർ എന്ന സാധനം, ആ ഒരു അൾട്ടിമേറ്റ് ഒരു ഹാപ്പിനെസ്സുള്ള എൻ്റെ ഇഷ്ടത്തിനുള്ളൊരു സാധനം എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. ഞാൻ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്തത് എൻ്റെ നാട്ടിലാണ്, സെക്കൻഡ് ചെയ്തതും അവിടെ തന്നെ ആയിരുന്നു. 3ാമത്തെ റിപ്പീറ്റാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. ഞാൻ മലപ്പുറംകാരിയാണ്. ഇതിപ്പോൾ ജെ പി എസ് ഉള്ളത് കോഴിക്കോട് കൊയിലാണ്ടിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഏകദേശം ഒരു 4-5 മണിക്കൂറിലെ യാത്ര എനിക്കുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഹോം സിക്നെസ് പറയുന്ന അൾട്ടിമേറ്റുള്ള സാധനമാണത്. ഓക്കെ, ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ശരിക്കും അത് നല്ലോണം അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ വന്നപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ എനിക്ക് വീട്ടിൽ പോകണം. അങ്ങനെ ഒരു നമുക്കറിയാലോ, ഇതുള്ള ആൾക്കാർക്ക് മനസ്സിലാകും ഇതിൻ്റെ ഒരു അവസ്ഥ. ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കാത്ത ഒരാളാണ്. ഉമ്മ, അപ്പ, അനിയത്തിമാർ, അനിയൻ, ഞാൻ ഓല കൂടെയുള്ള അവരോട് മാത്രം എല്ലായിടത്തും പോയി ആ ശീലമുള്ള ഒരാളാണ് ഞാൻ. സോ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് എന്താ അറിയത്തില്ല, എല്ലാണ്ട് ഒരു മൊത്തം ബ്ലാങ്ക് ആയ പോലെ ഉണ്ടായിരുന്നത്. സോ ഹോം സിക്നെസ് ഉണ്ടായിട്ടും ഞാൻ ഇവിടെ വന്ന് പഠിച്ച് അപ്പോൾ നല്ലൊരു സ്കോർ ഉണ്ട്. അപ്പോൾ നമ്മുടെ എയിം എന്താണോ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇഷ്ടങ്ങളും എല്ലാം മാറ്റി വെച്ചിട്ടാണ് വർക്ക് ചെയ്തത്. ഇനി ഞാൻ എന്നെപ്പറ്റി ശരിക്കും പറയുകയാണെങ്കിൽ, ഞാൻ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് മാർക്ക് 643 ആണ് മാർക്ക്. അന്ന് കേരള അല്ല, ഓൾ ഇന്ത്യ MBBSൻ്റെ കട്ട് ഓഫ് പറയുന്നത് 650 to 650 ആ റേഞ്ചിലേ ഉണ്ടായിരുന്നത്. 5-7-8 മാർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് സുഖമായിട്ട് കയറി പോകാൻ പറ്റൊരു ഇയറാണ് അത്. പക്ഷേ പഠിച്ചവനക്ക് ഭാഗ്യം, അപ്പം എൻ്റെ തലവര അതല്ല, ഒന്നുകൂടി ചെയ്യണം എന്നാണ് പഠിച്ചപ്പോൾ കരുതിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഞാൻ ചെയ്തു. ഓക്കെ, ഒരു ഫസ്റ്റ് റിപ്പീറ്റ് അല്ലേ, കുഴപ്പമില്ല, ഒന്നുകൂടി ചെയ്താൽ റെഡി ആവുമായിരിക്കും. അങ്ങനെ സാധനം മനസ്സ് വന്ന് ഞാൻ അവിടെ തന്നെ ചെയ്തു. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്ത പോലെ കുറേ പ്രശ്നങ്ങളുണ്ട് എനിക്ക് മനസ്സിലായി. എന്തൊക്കെ ഞാൻ ചെയ്യണം, എന്തൊക്കെ ഇനി ഒഴിവാക്കണം, ആ സാധനങ്ങൾക്ക് മനസ്സിലായപ്പോൾ ഇതൊക്കെയിട്ടാണ് ഞാൻ 2ാമത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലെനിക്ക് സ്കോർ വന്നത് 525 ആണ്. അന്നും MBBS കട്ട് ഓഫ് ഉള്ള എത്രയാണെന്ന് വെച്ചാൽ 525. നോർത്ത് ഇന്ത്യ ആ ബേസിൽ വരുമ്പോൾ 525 കട്ട് ഓഫ് ഉള്ളത്. ആ സമയത്ത് ഞാൻ അനുഭവിച്ചൊരു ട്രോമ എങ്ങനെ പറയേണ്ട അറിയത്തില്ല. ഞാൻ എക്സാം കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങി വരുമല്ലോ, കുറേ പേര് കരഞ്ഞിട്ടുണ്ട്. ഒബ്വിയസ്ലി എല്ലാവരും കരയും, കാരണം അത്രയും ടഫായിട്ടുള്ള എക്സാം ആയിരുന്നു കഴിഞ്ഞ എക്സാം ഉണ്ടായിരുന്നത്. ഞാനും കരഞ്ഞിട്ടുണ്ട്. ഞാൻ ബസ്സിൽ മൊത്തം കരയാനും, എൻ്റെ കൂടെ എൻ്റെ അമ്മ ഉണ്ടായിരുന്നത്. എൻ്റെ അമ്മക്ക് അറിയാം. എൻ്റെ അമ്മ പറയും, എല്ലാവർക്കും ടഫാ മോളെ, കുഴപ്പമില്ല. പക്ഷേ എന്താ വെച്ചാൽ ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കാരണം എനിക്ക് എൻ്റെ പെർഫോമൻസ് അവിടെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എൻ്റർലി ഇതൊന്നും ഞാൻ പഠിച്ചതൊന്നും എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല. ആ സാധനം ഞാൻ 2ാമത്തെ റിപ്പീറ്റ്സാണ്. എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞതാണ്, പോവണ്ട, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ എവിടെ എത്താൻ പോകുന്നില്ല എന്ന് അങ്ങനെ പറഞ്ഞ കുറേ ആൾക്കാർ എന്നോടുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും കേൾക്കാതെ എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ അപ്പി എന്നെ പറഞ്ഞതാണ്. എനിക്ക് ഓല മുഖത്ത് നോക്കണം, അങ്ങനെ കാലയച്ചിട്ട് എനിക്ക് മൊത്തം ബ്ലാങ്ക് ആയിപ്പോയി. ഞാൻ ആ ദിവസം മൊത്തം കരയായിരുന്നു. ഞാൻ ആരെ കോൾ എടുത്തിട്ടില്ല. എന്നെ വിളിക്കുന്നുണ്ട്, എല്ലാവരും സാറുമാർ വിളിക്കുന്നുണ്ട്, എല്ലാവരും വിളിക്കുന്നുണ്ട്, ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് എക്സാം,
എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ കരച്ചിൽ മാത്രം. എന്നിട്ട് എല്ലാവരും പേടിച്ചിട്ട് പിന്നെ ചോദിച്ചില്ല ആരോട്. ലൈക്ക് ഓക്കെ ടഫാണെന്ന് മനസ്സിലായി, അതുകൊണ്ട് പിന്നെ ആരും ചോദിച്ചില്ല. പക്ഷെ അന്ന് രാത്രി ഞാൻ കരഞ്ഞതുകൊണ്ട് എൻ്റെ അമ്മ എൻ്റെ കൂടെ കടന്നത്. ലൈക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാലോ ആ പേടിച്ചിട്ട് എൻ്റെ അമ്മ എൻ്റെ കൂടെ കടന്നിട്ടുണ്ട്. ലൈക്ക് അങ്ങനെ ഒരു സിറ്റുവേഷന് അത്രത്തോളം പീക്കിൽ ഞാൻ ആഗ്രഹിച്ചൊരു സാധനം കിട്ടാതെ വന്നപ്പോൾ സത്യം പറയാലോ അങ്ങ് ഇല്ലാതായിപ്പോയി. ഞാൻ അവസാനിപ്പിച്ചാലേ തോന്നിയതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ. എനിക്ക് ബാക്കിയുള്ളവരോട് എന്ത് പറയണം അല്ല, പക്ഷെ എൻ്റെ അമ്മാനോട് ഉപ്പാനോട് ഞാൻ എന്ത് പറയും? എന്നെ വിശ്വസിച്ച് എന്നെ പറഞ്ഞയച്ചതാണ് രണ്ടാമത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവരോട് ഞാൻ എന്ത് പറയും? ഞാൻ എക്സാമിന് പോകുമ്പോൾ എന്നോട് എൻ്റെ അപ്പ പറഞ്ഞിട്ടുണ്ട്, ഓക്കെ ഇത് എനിക്കുള്ളത് എക്സാം ആയിരിക്കും, ഇത് നിനക്ക് മാത്രം പഠിച്ചും വെച്ചിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ട് ഇപ്പാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓക്കെ ഇത് ഞാൻ ഉറപ്പായിട്ട് നേടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് പോയതാണ്. ഞാൻ തിരിച്ചു വരുന്നത് കരഞ്ഞിട്ടാണ്, ആ ബസ്സിൽ മൊത്തം കരഞ്ഞിട്ടാണ്. സത്യം പറയാൻ എൻ്റെ ബർത്ത്ഡേ ആണ് അന്ന്. ഞാൻ എൻ്റെ കഴിഞ്ഞ 2 കൊല്ലം എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ കരഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്രാവശ്യം മെയ് 3-ാം തീയതി എൻ്റെ ബർത്ത്ഡേ, മെയ് 4-ാം തീയതി എക്സാം. ഞാൻ ഹോസ്റ്റലായതുകൊണ്ട് കേക്ക് കട്ടിങ് അങ്ങനൊന്നുമില്ല. പക്ഷേ ഞാൻ വരുമ്പോഴാണ് ഇങ്ങനെ ചെയ്യാറുള്ളത്. അന്ന് എൻ്റെ വീട്ടിൽ കേക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കരച്ചിലാണ്, കേക്ക് മുറിക്കുന്നില്ല. എന്നോട് വന്ന് പറഞ്ഞു കേക്ക് മുറിച്ചോ, ബർത്ത്ഡേ അല്ലേ. കേക്ക് മുറിച്ചിട്ട് ഓക്കെ അത് കഴിഞ്ഞുള്ള സംഭവം കഴിഞ്ഞു, എക്സാം കഴിഞ്ഞു, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കേക്ക് മുറിച്ച് ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല അന്ന്. ആ കേക്ക് പിറ്റേന്നും എൻ്റെ അമ്മ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് ഞാൻ മുറിക്കും കയറിച്ചിട്ട്, പക്ഷെ മുറിച്ചിട്ടില്ല. ഞാൻ ആരോട് സംസാരം തന്നെ അത് സ്റ്റോപ്പാക്കി. ഞാൻ എൻ്റർലി ഒരു ക്വാറന്റൈൻ പോലെ എൻ്റെ റൂമിൽ മാത്രം, പുറത്തേക്കൊന്നും ഇറങ്ങാതെ. എനിക്ക് ആരും കാണാൻ വയ്യ, ആരും ഫേസ് ചെയ്യാൻ വയ്യ. ഞാൻ എന്ത് പറയാം ആൾക്കാരോട്? ഞാൻ കഴിഞ്ഞ വർഷം അനുഭവിച്ച ആ സാധനം എനിക്ക് മറക്കാൻ പറ്റില്ല എൻ്റെ ജീവിതത്തിൽ. ഞാൻ അത്രത്തോളം 2-3 മാസം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വരുന്നത് ഓഗസ്റ്റ് 15-നാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവിടെ ഞാൻ വരാൻ കാരണം എൻ്റെ ഫ്രണ്ടാണ്, ഓൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പം പിന്നെ JPS ക്ലാസ് ഇവിടെ ഇൻസ്റ്റയിലുള്ള വീഡിയോസും പോസ്റ്റൊക്കെ കണ്ടിട്ട് മെയിനായിട്ട് JPൻ്റെ മോട്ടിവേഷൻ, JPൻ്റെ സംസാരം, ലൈക്ക് നമ്മൾ ആരെന്ത് പറഞ്ഞാലും നമ്മളുടെ ഉള്ളിലുള്ള സാധനം അത് പുറത്തോട്ട് കൊണ്ടുവരാം. ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞോട്ടെ, അതൊന്നും കുഴപ്പമില്ല. നമ്മളാണ് നമ്മുടെ ജീവിതം എങ്ങനെ ആകണം തീരുമാനിക്കേണ്ടത്. ആ സാധനം എൻ്റെ മനസ്സിൽ കൊണ്ടുവന്നത് JP ആണ്. അങ്ങനെയാണ് ഇവിടെ വരുന്നത് ഓഗസ്റ്റ് 15-ന്. കുറേ ക്ലാസ്സസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ കുഴപ്പമില്ല, എന്നോട് JP പറഞ്ഞു ഏകദേശം കുറച്ചൊക്കെ അറിയാലോ, കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇവിടെ വന്നിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു. ഇവിടുത്തെ സാർമാർ, ഫാക്കൽറ്റീസ്, ഇവിടുത്തെ സ്റ്റാഫ്സ് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഇവിടെ ചോദിക്കാം. ലൈക്ക് നമ്മുടെ വീട് പോലെയാണ് ഇവിടെ എനിക്ക് ഒരു പ്രഷർ, സ്ട്രഗിൾ എന്ത് വന്നാലും എനിക്ക് JPനോട് പറയാം. ഞാൻ ഇടയ്ക്ക് കരഞ്ഞിട്ടുണ്ട്, എന്നെക്കൊണ്ട് ഇത് പറ്റുമോ, ഞാൻ ഇവിടെ ക്ലാസ് റൂമിൽ വന്ന് ഒറ്റയ്ക്കൊന്ന് കരയും. അപ്പോൾ JPനോട് വന്ന് വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. JP പറയും, മോളെ ലൈക്ക് നിന്നെപ്പോലെ കുറേ ആൾക്കാരുണ്ട് ഇവിടെ, അതായത് ഈ ബോർഡർ ലൈന് കടന്നിട്ട് ഇപ്പം എന്താ ചെയ്യണം എന്നറിയാതെ വെയിറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അത് നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യം അത് പുറത്തോട്ട് കൊണ്ടുവരാനുള്ളത് അത് നമ്മൾക്ക് മാത്രമേ കഴിയുള്ളൂ. അത് ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും അത് എക്സ്പ്രസീവ് ആകത്തില്ല. നമ്മളെന്ത് ചിന്തിക്കുന്നെന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാകത്തില്ല. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും എല്ലാം നമുക്ക് മാത്രമല്ല അറിയാം. നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നത് അതും നമുക്ക് മാത്രമേ അറിയുള്ളൂ. നാട്ടുകാരോ വീട്ടുകാരോ ഫ്രണ്ട്സ്, ഫാമിലി എന്ത് വേണേൽ പറഞ്ഞോട്ടെ, പക്ഷെ നമ്മളുള്ളിലുള്ള സാധനം, ആ സ്പാർക്ക്, ആ ഒരു ഇഷ്ടം എന്നോ കൂടി നമ്മൾ കൂടെ വന്ന ആ ഇഷ്ടം അത് നമുക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. അതിനു വേണ്ടി വർക്ക് ചെയ്യണം നമ്മൾ തന്നെയാണ്. ഓക്കെ ഞാൻ 525 ആണ് കട്ട് ഓഫിൻ്റെ ആ റേഞ്ചിലുള്ള ആളാണ്. ഇനി MBBS ഇത് അലോട്ട്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് നോക്കാം, കിട്ടി നമുക്ക് പോകാം, ഇല്ലെങ്കിലും നമുക്ക് ഒന്നുകൂടി ചെയ്യാം. ലൈക്ക് ഞാൻ എല്ലാം ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവസാനമൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നി എനിക്ക് സീറ്റ് കിട്ടണ്ടെന്ന്. കാരണം ഇവിടെ വന്നപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി, ലൈക്ക് അടുത്ത പ്രാവശ്യം എനിക്ക് കിട്ടും, ഞാൻ ഉറപ്പായിട്ട് നേടുന്ന സാധനം വന്നപ്പോൾ. ഓക്കെ തേർഡ് അലോട്ട്മെൻ്റ് ഒക്കെ വന്നപ്പോൾ എനിക്ക് ആ 527 ഒക്കെ ആ റേഞ്ച് വന്നപ്പോൾ എനിക്ക് തോന്നി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്ക് MBBS സീറ്റ് കിട്ടല്ലേ എന്ന്. കാരണം ഇപ്പോൾ കിട്ടിയാൽ ഞാൻ എവിടെയും ഏതെങ്കിലും എനിക്കറിയാത്ത ഏത് കോളേജിൽ പോയിട്ട് പഠിക്കണം. പക്ഷെ എനിക്കിഷ്ടമുള്ള കോളേജിൽ പഠിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ മനസ്സുകൊണ്ട് ചിലപ്പോൾ ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ടാവും എനിക്ക് കിട്ടല്ലേ എന്ന്. അങ്ങനെ ഞാൻ എപ്പോഴും ആലോചിച്ചതിൻ്റെ പേരിൽ പഠിച്ചവനെന്തോ എനിക്ക് തന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ
മാഷാ അല്ലാ എനിക്കിപ്പോൾ ഭയങ്കര ഹാപ്പി. ലൈക്ക് ഞാൻ മനസ്സുകൊണ്ട് ചിരിക്കുന്ന സാധനം ഇപ്പോഴാണ് കിട്ടിയത് സാധനം. ഞാൻ ഇപ്പോൾ നല്ലൊരു മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എനിക്കിഷ്ടമുള്ള കോളേജിൽ പഠിക്കാൻ പറ്റുന്ന ഒരു മാർക്ക്. എനിക്കിഷ്ടം കാലിക്കറ്റാണ്. സംഭവമൊന്നുമില്ല, ഭയങ്കര ഓവറാക്കി പറയാനൊന്നുമില്ല കാലിക്കറ്റിനെ പറ്റി. എൻ്റെ വീട് മലപ്പുറത്തായതുകൊണ്ട് അടുത്തുള്ള കോളേജ് ഒരു നല്ല കോളേജ് എന്ന ബേസിലാണ് ഞാൻ കാലിക്കറ്റ് പറയുന്നത്. എനിക്ക് കാലിക്കറ്റ് പഠിക്കുമ്പോൾ വീട്ടിൽ പോയി വരാം, ഉമ്മാനുപ്പാനെ കൂടെ നിൽക്കാം, അനിയത്തികളെ കൂടെ നിൽക്കാം. ഞാൻ ഹോസ്റ്റൽ ലൈഫിൽ സംഭവം രസമാണ്. ഹോസ്റ്റലൊക്കെ പറയുമ്പോൾ ഫ്രണ്ട്സ് ഉണ്ട്, ഇത്രത്തെ ലൈക്ക് റിപ്പീറ്റേഴ്സ് ബാച്ചിനെ പോലെ റെസ്ട്രിക്ഷൻസ് ഒന്നും നമുക്ക് ഹോസ്റ്റലിൽ ഉണ്ടാകത്തില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു കോളേജ് വേണം. ആ ഒരു ബേസിലാണ് ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ തന്നെ മനസ്സിൽ കൊണ്ടുവന്നത്. സോ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരുപാട് ലൈക്ക് അങ്ങനെ കരുതുന്നുണ്ട് എനിക്ക് എൻ്റെ അടുത്ത് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുമെന്ന്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞില്ലേ ഈ ബോർഡർ ലൈനിൽ നിൽക്കുന്ന കുട്ടികളുണ്ടാവും ഇപ്പോൾ കട്ട് ഓഫിൻ്റെ ആ റേഞ്ചിൽ. ഓക്കെ, ഈ എക്സാം എല്ലാവർക്കും സിമ്പിളായിരുന്നു. ഇപ്പോൾ ചില കുട്ടികൾ ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഞാൻ കരുതി ഞാൻ 5 ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല, ബാക്കിയുള്ള ക്വസ്റ്റ്യനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഓക്കെ നല്ല സ്കോർ ഉണ്ടാവും, നല്ലൊരു റാങ്ക് പ്രതീക്ഷിച്ചാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. പക്ഷേ ഞാൻ പേപ്പർ നോക്കിയപ്പോൾ എനിക്കെന്നത് സാറ്റിസ്ഫാക്ഷൻ തരാത്ത മാർക്കാണ് എനിക്കുണ്ടായത്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ലൈക്ക് ഞാൻ ഇവിടെ ഒരു MBBS സീറ്റ് പ്രതീക്ഷിച്ചിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് മനസ്സിലാവും ബാക്കിയുള്ള ആൾക്കാർ അതിലും ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കാരുണ്ടായി, ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടും ചെയ്യാൻ പറ്റാതെ അത് മാറ്റി വെച്ചിട്ട് ഒരു എക്സ്പെക്റ്റേഷൻ നമുക്ക് ലൈക്ക് മോക്ക് ടെക്സ്റ്റിനൊക്കെ വരുന്ന പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടും നമുക്ക് ആ എക്സ്പെക്റ്റേഷൻ നമ്മുടെ എൻഡ് റിസൾട്ടായിട്ടുള്ള നമ്മൾ എക്സാമിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് വരുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം ഉണ്ടാവും. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ലൈക്ക് ഇപ്പം നിങ്ങൾ ഒന്നും തീരുമാനിക്കരുത്. കാരണം ഇപ്പം എടുക്കുന്ന ഡിസിഷൻസ് ഒന്നും പെർഫെക്റ്റ് ആണെന്നില്ല. കാരണം നമ്മൾ സങ്കടത്തോടെയും ലൈക്ക് ആരുടെയൊക്കെ ദേഷ്യത്തോടൊക്കെ എടുക്കുന്ന തീരുമാനമായിരിക്കും. ഒബ്വിയസ്ലി അങ്ങനെ തന്നെ ആയിരിക്കും. ഞാനും ഇതുപോലെ തന്നെ ലൈക്ക് ആ സമയത്ത് BDS എടുത്താലോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് ഇത് പറ്റുന്ന പണിയല്ല, ഇട്ടേച്ച് പോവാ, ലൈക്ക് ഇത് എത്ര കൊല്ലമായി പഠിക്കുന്നത്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും, മൈൻഡിൽ ഇങ്ങനെ വരും ശരിയാ നമുക്ക് പറ്റത്തില്ല, എല്ലാവരും പറഞ്ഞാൽ ശരിയാണ്, എന്നെക്കൊണ്ട് പറ്റത്തില്ല സാധനം വരും. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞാനും കരുതിയതാണ് BDS എടുത്ത് പോകാമെന്നൊക്കെ. പക്ഷെ ഞാൻ അന്ന് എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നവരോട് ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താന്ന് ആ സമയത്ത് ഇപ്പോൾ ഈ ടൈമിൽ ഈ സന്തോഷം സങ്കടം വരുന്ന സമയത്ത് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ല സത്യം പറഞ്ഞാൽ. കാരണം എന്താ വെച്ചാൽ ഇപ്പം എടുക്കുമ്പോൾ അത് നമ്മൾ അറിഞ്ഞിട്ട് എടുക്കുന്ന ഒരു ഇതാവത്തില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരു കുറച്ച് സമയങ്ങൾ നിങ്ങൾക്ക് തന്നെ കൊടുക്കുക, അത് ആലോചിക്കുക. എന്നിട്ട് ആലോചിച്ചിട്ട് മനസ്സൊക്കെ ഒന്ന് കാമാക്കിയിട്ട് ചിന്തിക്കുക, ഇതെനിക്ക് വേണോ വേണ്ടേ, അല്ല ഞാൻ ഒന്നും കൂടി ചെയ്താൽ റെഡി ആകുമോ ഇല്ലേ, അല്ല ഇനി വേറെ കോഴ്സിന് പോകണോ, അത് ഇന്നിപ്പോൾ നമ്മൾ വേറെ കോഴ്സ് എടുത്താലും അതിൽ നമ്മൾ മുഴുവൻ കൊടുക്കാൻ പറ്റും നമുക്ക്. ഇതങ്ങനെ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ലൈക്ക് നമ്മുടെ ജീവിതത്തോട് ചെയ്യുന്ന ഒരു തെറ്റല്ല സംഭവം. അപ്പോൾ നമ്മളെ ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ അത് 100% കൊടുക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ ഇപ്പോൾ ഒന്നും ആരും ഒരു തീരുമാനം എടുക്കണ്ട. കാരണം ഇപ്പം എടുത്താൽ അത് ശരിയാവത്തില്ല. ഈ സമയത്തിൻ്റെ പ്രശ്നം അതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാമായിട്ടിരിക്കുക, കുറച്ച് സമയം ഒരു 1.5 ആഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് സമാധാനത്തോടെ ആലോചിക്കുക, ഇതെനിക്ക് ഓക്കെ ആണോ. ഓക്കെ ആണെങ്കിൽ ഓക്കെ കിട്ടുന്ന കോഴ്സ് എടുത്തിട്ട് അങ്ങനെ പോവാം. അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സ് ബാച്ച് ഉണ്ടല്ലോ, ലൈക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ആ സാധനം വരുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ പോകണം. കാരണം നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് മാത്രമുള്ളത് അറിയാം. നിങ്ങൾ സ്വയം അറിഞ്ഞിട്ട് വന്നതാണ്. ഈ സ്ട്രഗിളൊക്കെ അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് വരേണ്ട ആൾക്കാരാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ലൈക്ക് ഒന്നും മനസ്സിൽ വെച്ച് നടക്കാം, എന്തോ നമുക്ക് നല്ലതുണ്ട്. എപ്പോഴും നമുക്ക് നെഗറ്റീവ് ആണ് നിർബന്ധമല്ലല്ലോ. എപ്പോഴും പോസിറ്റീവ് അത് മനസ്സിൽ ഉണ്ടാവണം. ഹോപ്പ് പറഞ്ഞ സാധനം ഉണ്ടാവുമല്ലോ, അത് അൾട്ടിമേറ്റുള്ള സാധനമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ സാധനം ഉണ്ടെങ്കിലല്ലേ ഹോപ്പ് പറഞ്ഞ സാധനം, അത് നമ്മുടെ അവിടേക്ക് എത്തിക്കും, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിച്ചിട്ടുണ്ടാവും. അത് ഞാൻ എൻ്റെ ബേസിൽ പറയുന്നതാണ്. ലൈക്ക് ഞാൻ സത്യം പറഞ്ഞാൽ മോസ്റ്റ് അൺലക്കി അങ്ങനത്തെ ചിന്തിച്ച ഒരാളാണ് ഞാൻ. കാരണം നമുക്ക് എൻ്റെ അവസ്ഥ പറയാൻ എനിക്ക് മനസ്സിലാവും. ഞാൻ 5 മാർക്ക് 1 മാർക്ക് ഇതിലൊക്കെയാണ് എനിക്ക് സീറ്റ്സ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു അവസ്ഥ
എനിക്ക് ഇപ്പോൾ ഈ ബോർഡറിൽ നിൽക്കുന്ന കുട്ടികളെ പറ്റി പറയുകയാണെങ്കിൽ ഈ സമയം ഞാനും കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഒന്നും തീരുമാനിക്കേണ്ട, കുറച്ച് സമയം എടുത്തിട്ട് സാവധാനം ആശ്വാസത്തോടെ കാമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാം. അതിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കും. അതായിരിക്കും നിങ്ങളുടെ ലൈഫ് തീരുമാനിക്കുന്നത്. താങ്ക് യു.